സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 81ാമത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. മദേഴ്സ് ഡേ സെലിബ്രേഷൻ കൂടി ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ചിത്രചേച്ചിയുടെ മനോഹരമായ ആലാപനത്തോടു കൂടിയാണ്. ഭാവാർദ്രമായി ഓമന തിങ്കൾ കിടാവോ പാടി ചിത്രചേച്ചി. എല്ലാ അമ്മമാരുടെയും മക്കളുടെയും മനസ്സ് നിറയ്ക്കാൻ ഈ ഗാനം മാത്രം മതിയാവും. ഈ എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ്, അവർക്ക് ലഭിച്ച ഗോൾഡൻ സ്റ്റാർ എല്ലാം നോക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 റൗണ്ടുകളും ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഫ്രീ ഹിറ്റ് റൗണ്ടിൽ ഇന്ന് ആദ്യമായി പാടാനെത്തുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സൂര്യനാരായണനാണ്. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ കണ്ണിൽ തെയ്യം തുള്ളും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് സൂര്യൻ ആലപിക്കുന്നത്. മധു ബാലകൃഷ്ണൻ പാടി സൂപ്പർ ഹിറ്റാക്കിയ ഗാനം നല്ല പവർഫുള്ളായി തെറ്റൊന്നും കൂടാതെ സൂര്യൻ മനോഹരമായി തന്നെ പാടി അവതരിപ്പിച്ചു. മദേഴ്സ് ഡേയിൽ അമ്മയ്ക്ക് സമർപ്പണമായി അവതരിപ്പിച്ച ഈ ഗാനത്തിന് ഗോൾഡൻ സ്റ്റാറാണ് ലഭിച്ചത് സൂര്യന്. ഈ പാട്ടിൻ്റെ മനോഹാരിതയിൽ മനസ്സു നിറഞ്ഞാണ് ഗോൾഡൻ സ്റ്റാർ ലഭിച്ചത്. അടുത്തതായി പാടാനെത്തുന്നത് 1 vs 1 റൗണ്ടിൽ അർജുനും ദിൽരാജുമാണ്. ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയായ മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ശ്രാവൺ ഗംഗെ സംഗീത ഗംഗെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഒക്കെ ചേർത്താണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടി അവതരിപ്പിച്ചത്. 2 മികച്ച ഗായകർ അവരുടെ മികച്ച പെർഫോമൻസ് തന്നെ പുറത്തെടുത്തു. ചെറിയ ചില മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് അർജുന് 99 മാർക്കും ദിൽരാജിന് 99.5 മാർക്കുമാണ് ലഭിച്ചത്. അടുത്തതായി പാടാനെത്തുന്നത് വിധുരാജാണ് ഫ്രീ ഹിറ്റ് റൗണ്ടിൽ. ലോട്ടറി ടിക്കറ്റ് എന്ന പഴയകാല സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഗാനമാണ് വിധു പാടുന്നത്. മനോഹരി നിൻ മനോരഥത്തിൽ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഡ്യൂപ്പർ ഗാനമാണ് വിധു അതിമനോഹരമായി ആലപിച്ചത്. ഈ ഹൃദയസ്പർശിയായ ഗാനത്തിന് വിധുവിന് ലഭിക്കുന്നത് ഗോൾഡൻ സ്റ്റാർ ആണ്. നല്ല സ്റ്റേജ് ഫിയർ ഉണ്ട് വിധുവിന്. ഫിനാലെ പെർഫോമൻസിലൊന്നും ഇത് ബാധിക്കാതിരിക്കട്ടെ. ടെൻഷനിടയിലും മികവുറ്റ രീതിയിൽ ഈ ഗാനം അവതരിപ്പിച്ചതിന് ചിത്രചേച്ചിയുടെ വക മധുരം നൽകുകയുണ്ടായി. അടുത്തതായി ഒരു 1 vs 1 റൗണ്ട് മത്സരം തന്നെയാണ് നടക്കുന്നത്. തീർത്ഥയും ശിവപ്രിയയുമാണ് മത്സരിക്കുന്നത്. തായേ യശോദ എന്ന് തുടങ്ങുന്ന മനോഹരമായ എവർഗ്രീൻ കീർത്തനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. കുറേ അധികം ഇംപ്രവൈസേഷൻസൊക്കെ ആഡ് ചെയ്താണ് ഈ പാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വേറെ ലെവൽ പെർഫോമൻസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പാട്ട് അവതരിപ്പിച്ചത്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ നല്ല ബേസുള്ള തീർത്ഥയ്ക്ക് 99.5 മാർക്ക് ലഭിച്ചു. തീർത്ഥയ്ക്കൊപ്പം കിടിലൻ മത്സരം കാഴ്ചവെച്ച ശിവപ്രിയയ്ക്കും 99.5 മാർക്ക് തന്നെയാണ് ലഭിച്ചത്. ഈ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ കോൺവെൻറ്റ് സ്കൂളിന് ലഭിച്ചത് 795.5 മാർക്കും ഗുരുകുലത്തിന് ലഭിച്ചത് 796 മാർക്കുമാണ്. ഗുരുകുലമാണ് വിജയികൾ. മത്സരത്തിന് ശേഷം മദേഴ്സ് ഡേ സെലിബ്രേഷനാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ജഡ്ജസിൻ്റെയും കണ്ടസ്റ്റൻസിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും അമ്മമാരോടൊപ്പമുള്ള ഫോട്ടോകൾ ചേർത്തൊരു വീഡിയോ പ്ലേ ചെയ്യുകയുണ്ടായി. കണ്ടസ്റ്റൻസിനെ കൊണ്ട് അമ്മമാരോടുള്ള അവരുടെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു കത്തെഴുതാനും അവർക്ക് ഓരോ സമ്മാനങ്ങൾ നൽകുവാനും ഏർപ്പാടാക്കിയിരുന്നു. ശിവപ്രിയയുടെ അമ്മ വിദേശത്തായതിനാൽ എത്താൻ കഴിഞ്ഞില്ല. ചേച്ചിയാണ് എത്തിയിട്ടുള്ളത്. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേ സ്പെഷ്യലായി സ്പോൺസേഴ്സിൻ്റെ വക സമ്മാനങ്ങളും നൽകി. ഒരുപാട് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയാണ് സ്റ്റാർ സിംഗർ സീസൺ 10. ഏറ്റവും കൂടുതൽ ഇമോഷണലായി കാണപ്പെട്ടത് സിത്താരയാണ്. ഈ എപ്പിസോഡിലെ ടോപ്പ് പെർഫോമേഴ്സായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വിധുരാജിനെയും സൂര്യനാരായണനെയുമാണ്. കിടിലൻ പെർഫോമൻസുകളായിരുന്നു രണ്ടുപേരുടേതും. പെർഫോമേഴ്സ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്ത 25,000 രൂപ ലഭിക്കുന്നതും ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ഗോൾഡൻ മൊമെൻ്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ചിത്രചേച്ചി വിധുവിന് മധുരം നൽകുന്നതാണ്. കൊതിയോടെ അത് നോക്കി നിൽക്കുന്ന വിധു പ്രതാപിനെയും സമീപത്ത് കാണാം. വളരെ മനോഹരമായൊരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്നത്തേത്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.